2025 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമുള്ള പദ്ധതിയല്ല ബി.ജെ.പിക്ക് ബീഹാറിലുള്ളത്. നിതീഷ് കുമാറും ജെ.ഡി.യുവും ഇല്ലെങ്കിലും ബീഹാർ ഒപ്പം നിർത്തുക എന്നതാണ് ലക്ഷ്യം. ജെ.ഡി.യുവിന് താഴെയല്ല ഒപ്പമാണ് തങ്ങളെന്ന സന്ദേശം ഇത്തവണത്തെ സീറ്റ് വിഭജനത്തിലൂടെ ബി.ജെ.പി നൽകിക്കഴിഞ്ഞു. ബീഹാർ എൻ.ഡി.എയിൽ ജെ.ഡി.യു ഒന്നാമനും ബി.ജെ.പി രണ്ടാമനും എന്നതായിരുന്നു വയ്പ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യുവിൻ്റെ അപ്രമാദിത്വത്തിന് ഇളക്കം തട്ടി. എങ്കിലും ജെ.ഡി.യു മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനം ഭരിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കുറി വളരെ കണക്കുകൂട്ടലുകളോടെയാണ് ബി.ജെ.പിയുടെ പോക്ക്. ബീഹാറിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇക്കുറി പുറത്തിറക്കിയ സീറ്റ് വിഭജന ഫോർമുല സഖ്യത്തിനുള്ളിലെ സമവാക്യങ്ങളിൽ കൃത്യമായ മാറ്റം വന്നതിന്റെ സൂചനയാണ്. ബീഹാറിനെ വരുതിയിലാക്കാൻ പുതിയ ജാതി പ്രാദേശിക തന്ത്രങ്ങൾ ഒരുമിച്ച് പയറ്റുകയാണ് ബി.ജെ.പി. ദേശീയ തലത്തിൽ മേധാവിത്വമുള്ള പാർട്ടിയാണ് ബി.ജെ.പി എങ്കിലും ബീഹാറിൽ ജെ.ഡി.യുവിന്റെ കരുത്ത് അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയായി 101 സീറ്റിൽ വീതം മത്സരിക്കാൻ ബി.ജെ.പിയും ജെ.ഡി.യുവും തീരുമാനിച്ചത് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ബീഹാറിൽ ഇനി ജെ.ഡി.യുവിന്റെ ജൂനിയർ പാർട്ട്ണർ അല്ല തങ്ങളെന്ന് തന്ത്രപരമായി വ്യക്തമാക്കുകയായിരുന്നു ബി.ജെ.പി എന്നതാണ് വസ്തുത. 2020 ബി.ജെ.പി 121 സീറ്റിലും ജെ.ഡി.യു 115 സീറ്റിലും മത്സരിച്ചു. എന്നാൽ ജെ.ഡി.യു വെറും 43 സീറ്റുകൾ മാത്രം നേടിയപ്പോൾ ബി.ജെ.പി 74 സീറ്റ് നേടി മുന്നിലെത്തി. പുതിയ 101 വിഭജനം ബി.ജെ.പിയുടെ ശക്തി വെളിപ്പെടുത്തുന്നതും നിതീഷ് കുമാറിന് മേൽ നിയന്ത്രണം നേടിയതിന്റെ സൂചനയും ആണ്. ലാലുവും നിതീഷും ഒഴിയുന്ന ബീഹാറിൽ ബി.ജെ.പിക്ക് കൃത്യമായ പ്ലാനുണ്ട്. ബി.ജെ.പി ഒന്നാമതും 1-2 ജൂനിയർ പാർട്ട്ണർമാരും എന്നതാണ് സ്ട്രാറ്റജി. അത് വർക്കൗട്ടാകുമോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം. ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടിക്ക് എൻ.ഡി.എ 29 സീറ്റുകൾ നൽകിയത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ്. ചിരാഗ് പാസ്വാനെ സംസ്ഥാനത്തെ ദളിത് പിന്നാക്ക വിഭാഗത്തിന്റെ മുഖമായി അവതരിപ്പിക്കാനാണ് ബി.ജെ.പി നീക്കം. ചിരാഗ് ദളിത് പാസ്വാൻ സമൂഹത്തിൽ നിന്നുള്ള നേതാവാണ്. ഈ വിഭാഗത്തിന് ബീഹാറിലെ ഏകദേശം 40 മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട്. ഇതിലൂടെ ബി.ജെ.പി ദളിത് വോട്ടുകൾ ഉറപ്പാക്കാനും ആർ.ജെ.ഡി സഖ്യത്തിലേക്ക് ഈ വോട്ടുകൾ മാറാനുള്ള പ്രവണത തടയാനുമാണ് ശ്രമിക്കുന്നത്. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് വെറും 6 സീറ്റുകൾ മാത്രം നൽകിയതിലൂടെ ചിരാഗ് പാസ്വാന് കളം നിറഞ്ഞു കളിക്കാൻ ബി.ജെ.പി അവസരം നൽകുകയാണ്. നിതീഷ് കുമാറും ബി.ജെ.പിയും തമ്മിലുള്ള അസ്ഥിരതാ കാലത്ത് മോദിയോടുള്ള ചിരാഗ് പാസ്വാന്റെ വിശ്വസ്തതയ്ക്ക് ലഭിച്ച പ്രതിഫലം കൂടിയാണ് ഈ അംഗീകാരം. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബി ടീം മാത്രമായിരുന്ന ബി.ജെ.പി കൃത്യമായ ആസൂത്രണത്തോടെയാണ് അധികാര കസേരയിലേക്ക് എത്തുന്നത്. നരേന്ദ്രമോദിയുടെ മുഖവും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അമിത്ഷായ്ക്കുള്ള കരുത്തും ബീഹാറിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷ നൽകുന്നു. ചെറിയ കളികളല്ല ബീഹാറിൽ ബി.ജെ.പിക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നിതീഷ് കുമാറിന്റെ സംഘാടന ശേഷിയല്ല, മറിച്ച് മോദിയുടെ ജനപ്രീതിയും ബി.ജെ.പിയുടെ ഗ്രൗണ്ട് നെറ്റ്വർക്കും കൊണ്ടാണെന്ന് വ്യക്തമാണ്. ജെ.ഡി.യുവിനെ സ്ഥിരതയ്ക്കായി സഖ്യത്തിൽ നിലനിർത്തി ചിരാഗ് പാസ്വാനെ പുതിയ തലമുറ ദളിത് നേതാവായി മുന്നോട്ട് കൊണ്ടുവരിക എന്നത് ദീർഘകാല തന്ത്രം തന്നെയാണ്. 101 സീറ്റ് വിഭജനത്തിൽ തുല്യത പാലിച്ചു എങ്കിലും യഥാർത്ഥ ശക്തി ബി.ജെ.പിക്കാണ്. 29 സീറ്റുകൾ നൽകി പുതിയ സഖ്യ നേതാവിനെ വളർത്തുന്നത് നിതീഷ് കുമാർ വീണ്ടും അപ്രതീക്ഷിതമായി കൂറുമാറിയാലും സഖ്യം നിലനിർത്താൻ ഉദ്ദേശിച്ചു തന്നെ. മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നിലനിൽക്കുന്നുണ്ടെങ്കിലും ജെ.ഡി.യുവിന്റെ സ്വാധീനം സംസ്ഥാനത്ത് അസ്തമിച്ചു തുടങ്ങിയതും ചേർത്ത് വായിക്കേണ്ടതാണ്. കല്ലോട് കല്ലു ചേർത്ത് ബീഹാറിൽ പുതിയ രാഷ്ട്രീയ കോട്ട പണിതുയർത്തുകയാണ് ബി.ജെ.പി. പുത്തൻ തലമുറ രാഷ്ട്രീയ യുദ്ധത്തിൽ പയറ്റി തെളിഞ്ഞവരും കോട്ടയിൽ ധാരാളം. ബി.ജെ.പി ലക്ഷ്യമിടുന്നത് ഈ തെരഞ്ഞെടുപ്പല്ല, നേരെ മറിച്ച്
ബീഹാറിനെ ജയിക്കുക എന്നുള്ളതാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.